ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു കേക്ക് വ്ളോഗാണ്. അപ്പോൾ 2 കേക്ക് ഉണ്ടാക്കിയിരുന്ന ഒരു ദിവസത്തെ വ്ളോഗാണ് ചെയ്യുന്നത്. ഒരു 2 ടയർ കേക്കും അതുപോലെ ഒരു വാഞ്ചോ കേക്കും, അത് രണ്ടും ഉണ്ടായിരുന്ന ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ 2 ടയർ കേക്ക് ഒരു 2 kg അളവിൽ വരുന്ന 2 ടയർ കേക്കാണ്. അതുപോലെ തന്നെ വാനില വാഞ്ചോ കേക്ക് ഒരു 1 kg അളവിൽ വരുന്ന വാഞ്ചോ കേക്ക് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി വാനില കേക്ക് ഇവിടെ റെഡിയായി, 2 ടയറിന് വേണ്ടിയിട്ടുള്ള വാനില കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 6 ഇഞ്ചിൻ്റെ മോൾഡും അതുപോലെ തന്നെ ഒരു 8 ഇഞ്ചിൻ്റെ മോൾഡിലും ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ 2 ടയർ കേക്ക്. ഇത് റെഡിയാക്കി എടുത്ത ശേഷമാണ് വാഞ്ചോ കേക്കിനുള്ള ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാഞ്ചോ കേക്കിന് പിന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ 2 8 ഇഞ്ചിൻ്റെ മോൾഡിലായിട്ട് ബാറ്റർ ഒഴിച്ചിട്ട് വാഞ്ചോ കേക്കും റെഡിയാക്കി എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചു വെച്ചു, പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരൊറ്റ ബാറ്റർ വെച്ചിട്ടാണ് ഈ ഒരു വാഞ്ചോ കേക്ക് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു മോൾഡിൽ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്, അതുപോലെ മറ്റേ മോൾഡിൽ വാനില കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് രണ്ടും ബേക്ക് ചെയ്യാനായിട്ട് വെക്കാമെന്ന് കേട്ടോ. അത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സമയത്ത് ഞാനിവിടെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് ഞാൻ 2 കേക്കൊക്കെ വേണ്ടി ഒരുമിച്ച് അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. 2 കേക്ക് ഉണ്ടായപ്പോൾ 2ക്ക് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പൊക്കെ റെഡിയാക്കി എടുത്ത് അപ്പോഴേക്കും നമ്മുടെ കേക്ക്സൊക്കെ ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്കും അതുപോലെ വാനില കേക്കൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചാണ് കേട്ടോ ലെയറാക്കി വെക്കുന്നത്. എല്ലാം ഒരുമിച്ച് ഐസിങ് ചെയ്താൽ ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ 2 ഓർഡറൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്, ഒരുമിച്ചാണ് ഐസിങ് ചെയ്തത്. അപ്പോൾ ക്രീം ഒരുപാട് വേസ്റ്റായി പോകുമൊന്നുമില്ല. അപ്പോൾ എല്ലാ കേക്കും ഒരുമിച്ച് അങ്ങോട്ട് ലെയറാക്കി എടുക്കുകയാണ്. 6 ഇഞ്ചിൻ്റെ മോൾഡിലുള്ളത് 2 ലെയറായിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 2 6 ഇഞ്ചിൻ്റെ മോൾഡിലാക്കിയാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പം ടോട്ടൽ 4 ലെയറായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വാഞ്ചോ കേക്കിന് വേണ്ടിയിട്ട് വാനില സ്പോഞ്ച് 2 ലെയറും അതുമാതിരി ചോക്ലേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ആ ഒരു സെയിം അതുപോലെ അങ്ങ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 3 ലെയറായിട്ടാണ് ഞാൻ വാനില കേക്ക് ചെയ്യാറ്, വാഞ്ചോ കേക്ക് ചെയ്യാറ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മുകൾ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് 3 ലെയറായിട്ടൊന്ന് ചെയ്തെടുക്കുകയാണ്. ഇത് താഴെ വെക്കാനുള്ള ലെയറാണ്. അപ്പോൾ അത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ലെയറാക്കി എടുക്കാമെന്നുള്ള വീഡിയോ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. കുറച്ച് ദിവസം മുന്നേ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ടയർ കേക്കിന് വേണ്ടിയിട്ടുള്ള മുകളിലെ ലെയർ ആദ്യം ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴത്തെ ലെയറും ക്രം കോട്ടിങ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ഇതൊക്കെ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുള്ളത്. മാരി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരുപാട് പാത്രങ്ങളുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങൾ, കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉമ്മ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ പാത്രങ്ങളാണിത്. അപ്പോൾ ഞാനത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം വാഞ്ചോ കേക്ക് ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. ഇതൊന്നും ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിക്കുന്നൊന്നുമില്ല, ഒരുപാട് ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്തത്. അപ്പോൾ അതിൻ്റെ ക്രം കോട്ടിങ്ങും കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുള്ള ടയർ കേക്കിൽ മുകളിൽ വെക്കുന്ന ടയർ ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത താഴെ വെക്കുന്ന ലെയറും അത് നമുക്കങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ ഡിസൈനിങ് ഞാൻ ഓയിൽ ബ്രഷ് വെച്ചിട്ടുള്ള ആ ഡിസൈനിങ്ങാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്നും ഞാനിവിടെ ഡീറ്റെയിൽഡായിട്ട് കാണുന്നത്, ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യേണ്ട കേട്ടോ, ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുകൊണ്ട്. പിന്നെ വാഞ്ചോ കേക്കിൻ്റെ ഡിസൈനിങ്ങും കൂടി ചെയ്തെടുക്കുകയാണ്. അതൊക്കെ ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് എല്ലാ കുട്ടികൾക്കും ഒക്കെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാവരും ഉറങ്ങിയ ശേഷമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹോം ബേക്കറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാത്രി ഉറക്കമൊഴിച്ചായിരിക്കും ഇതുപോലത്തെ കേക്ക്സൊക്കെ റെഡിയാക്കി എടുക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു ഫ്രീ കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ എല്ലാവരും വീട്ടിൽ കുട്ടികളെ ബഹളവും ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഞാനെപ്പോഴും ഇതുപോലെ മക്കളെ കുറയ്ക്കേണ്ട ശേഷമാണ് കേട്ടോ ഫൈനൽ ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷൻസൊക്കെ ചെയ്യാറ്. അപ്പോൾ രാത്രി തന്നെയാണ് ഇത് ടയറാക്കി വെക്കുന്നതും എല്ലാ ഡെക്കറേഷൻസും കഴിഞ്ഞു. പിന്നെ ഫോണ്ടൻറ്റിൻ്റെ പേര് എഴുതുന്നത് ഫോണ്ടൻറ്റില്ല, അപ്പോൾ അത് മാത്രം രാവിലെയാണ് വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ 2 കേക്കിനും അങ്ങനെ തന്നെയാണ്. ടയറൊക്കെ രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ടയറാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ഞാൻ ഫ്ലവറും അതിൻ്റെ ഡിസൈനിങ്ങും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പറും വെച്ച് കൊടുക്കുന്നുണ്ട്. എവിടെ വെക്കേണ്ടതെന്നൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പേരൊക്കെ ഇങ്ങനെ ഞാൻ നാളെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ടുള്ള ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇപ്പോൾ തന്നെ സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പാത്രങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്, സിങ്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും എനിക്ക് പണിയായിട്ടുള്ള സംഭവം ഈ ഒരു പാത്രം കഴുകൽ തന്നെയാണ് കേട്ടോ. ഇഷ്ടം പോലെ പാത്രം. പിന്നെ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് നമ്മൾ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കലും കൂടി ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് പാത്രങ്ങളുണ്ടാവും. അപ്പോൾ നോർമലായിട്ടുള്ളൊരു ഹോം ബേക്കറിന് ഇത്ര ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. യൂട്യൂബർ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല പാത്രങ്ങളും ഒക്കെ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവും. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്കൊക്കെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ കഴിയും. പക്ഷേ വീഡിയോ എടുക്കുമ്പോഴാണ് കേക്ക് ഉണ്ടാക്കാനൊക്കെ ഒരുപാട് ടൈം എടുക്കുന്നത് കേട്ടോ. അതെനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല. വീഡിയോ എടുക്കാതെ ഞാൻ കേക്ക് ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അത് കഴിയാറുണ്ട്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതൊക്കെ ഞാനിതുപോലെ ഒന്ന് അവിടെ ഇങ്ങനെ ഉണങ്ങാൻ വെക്കുന്നുണ്ട്. പിന്നെ രാവിലെയാണ് എടുത്ത് വെക്കാറ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് സിങ്കിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ക്രീമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കഴുകിയതല്ല. അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ അടിഞ്ഞ് കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. രാത്രി തന്നെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ടൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ആണ് കിടക്കാൻ പോകുന്നത്. ഇതൊക്കെ എടുത്ത് വെക്കുമ്പോഴേക്ക് ഒരു മണി ആവാറായിട്ടുണ്ടായിരുന്നു. 1 മണിക്ക് ആവാറായിട്ട് കിടക്കാനായപ്പോഴേക്ക് ഒരു വെള്ളം കൂടെ കുടിച്ചിട്ട് ഞാനങ്ങ് കിടക്കാൻ പോവാന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് രാത്രിക്കത്തെ ഒരു പ്രോസസ്സ്. ഇത്രയും കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂട്യൂബേഴ്സ് ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. ഇങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം കഴിയുകയും ചെയ്യും. അപ്പോൾ അത് യൂട്യൂബേഴ്സായ നിങ്ങൾക്ക് അറിയാൻ പറ്റും, യൂട്യൂബേഴ്സ് ആയെങ്കിലും ഇത് കാണുന്നവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം ടൈം പിടിക്കുന്നുണ്ട് എന്നൊക്കെ. നമ്മളതിൻ്റെ ഇടയിൽ വീട്ടിലെ കാര്യങ്ങളും മറ്റൊക്കെ നോക്കുകയും വേണം. അപ്പോൾ അങ്ങനെ ലേറ്റ് ആവുന്നതാണ്, കിടക്കാനൊക്കെ ലേറ്റ് ആവുന്നതാണ്. പിന്നെ ഒരുവിധം ബേക്കേഴ്സൊക്കെ രാത്രി ഉറക്കം ഒഴിച്ച് തന്നെ ആവും കേക്ക് ഉണ്ടാക്കുന്നത്. ബേക്കേഴ്സിനൊക്കെ അറിയാൻ പറ്റും. പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെ അല്ല, ഡെലിവറി ചെയ്യാവുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ ബാക്കിയുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഫോണ്ടൻറ്റിൽ ഫസ്റ്റ് ബർത്ത്ഡേ എന്നുള്ളതല്ല ഫസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പേരും വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വാഞ്ചോ കേക്കിലും അതുപോലത്തെ നമുക്ക് അതിൽ പേരൊക്കെ എഴുതി കൊടുത്തിട്ട് അതും ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്